ഇന്ന് ഞങ്ങള് ഈവനിങ് ആയപ്പോ എവിടെയാ പോകുന്നേ? ഞങ്ങള് കള്ള് ഷാപ്പിൽ കള്ള് കുടിക്കാൻ പോവാണ്. എന്ത് അറിഞ്ഞില്ലായിരുന്നോ? അയ്യോ അറിഞ്ഞില്ല, കുടിച്ചു പോലും. നിനക്കെന്താ? ലീഡ് ചെയ്യുന്ന എന്റെ കെട്ടിയോനാണ്. ഏതോ ഒരു കള്ള് ഷാപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. നോക്കാം അവിടുത്തെ ഫുഡ് എങ്ങനെയാന്ന്. കൊള്ളത്തില്ലെങ്കിൽ എല്ലാം പഴി പിന്നെ ഈ മനുഷ്യന്റെ തലയിലോട്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്നൊരു മൂഡ് തോന്നിയതാണ് ഇന്ന് കള്ള് ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിക്കാന്ന്. അത് ഈവനിങ് ടൈം ആയപ്പോൾ. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എവിടുന്ന് കഴിക്കും. ആർക്കും ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റുന്നില്ലായിരുന്നു. വേറെ ഒന്നുമല്ല, എങ്ങാനും ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ആളുടെ തലയിൽ ആരാണോ സജസ്റ്റ് ചെയ്ത് ആ ആളുടെ തലയിൽ കുറ്റയിരിക്കും, അത്രയേ ഉള്ളൂ. ഫൈനലി ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു. പുള്ളിക്കാരി ഒരു വ്ളോഗറും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പം പുള്ളിക്കാരി ഞങ്ങളെ വയലോറോ ആണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഫൈനലി നമ്മൾ ഡിസൈഡ് ചെയ്തേക്കുവാണ്. ഏതാ മനുഷ്യ? അർച്ചനയോട്, വ്ളോഗർ അർച്ചനയോട് ചോദിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങള് ഫൈനൽ ഡിസിഷൻ എടുത്താണ്. ഇനി നോക്കാം അവിടെ ചെന്നിട്ട് ഫുഡ് എങ്ങനെയുണ്ടെന്ന്. ഞങ്ങൾ ഈവനിങ് ആയപ്പം വയലോരം എന്ന് പറഞ്ഞ കള്ളുഷാപ്പിൽ എത്തി കേട്ടോ. അവിടുന്ന് പുറത്തോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല ഒരു വൈബൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അകത്ത് കയറിയപ്പോൾ എന്തോ ഒരു മടുപ്പ് പോലെ. അവിടുത്തെ ഫുഡൊന്നും ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ. അവിടുത്തെ ഫുഡ് ഒന്നും ടേസ്റ്റ് ചെയ്തിട്ട് ഫുഡിൻ്റെ കാര്യമൊന്നും ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണെന്ന്. നല്ലതാണെന്ന് തന്നെയാണ് കേട്ട്. ബട്ട് ഞങ്ങൾ കഴിക്കാൻ നിന്നില്ല, കാരണം ഞങ്ങൾക്ക് അവിടുത്തെ ഒരു സെറ്റപ്പ് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തെങ്ങുംതോപ്പ് എന്ന് പറഞ്ഞൊരു കള്ളി ഷാപ്പിലോട്ട് പോയി. അവിടെ ഓൾറെഡി എൻ്റെ കസിൻസ് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് അവർ പറഞ്ഞ നല്ല ഫുഡാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങ് പോയി കേട്ടോ. അപ്പോൾ അവിടെ ഓവറോൾ ഞങ്ങൾക്ക് സെറ്റപ്പ് ഒന്നും വലിയ കുഴപ്പമില്ലാതെ തോന്നി. ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും നല്ല രാത്രി ആയിരുന്നു കേട്ടോ. അപ്പൊ കുറെ ഇങ്ങനെ വെട്ടങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ കുഞ്ഞാവ ഈ വെട്ടങ്ങളൊക്കെ കണ്ട് അവിടെ അടങ്ങി ഇരിപ്പുണ്ടായിരുന്നു, വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ. ബേബിയെ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് കള്ളൊന്നും കുടിക്കാൻ പാടില്ലെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു 3 സിപ്പിൽ തന്നെ പരിപാടി നിർത്തി. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡാണ്. ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് കക്ക ഇറച്ചി ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു. ഞങ്ങൾ കപ്പ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കൂടെ. പിന്നെ കള്ള് നല്ല മധുരമുള്ള കള്ളായിരുന്നു കേട്ടോ, നല്ല കള്ള് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേറെ കുറച്ച് ഐറ്റംസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ കപ്പയും ചെമ്മീൻ റോസ്റ്റും ഒക്കെ കഴിച്ചു തുടങ്ങി കേട്ടോ. ഞങ്ങൾ കഴിച്ച ഐറ്റംസ് ഒന്നും മോശം പറയാനില്ല കേട്ടോ. ജസ്റ്റ് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് ഞങ്ങൾ ഇവിടെ വന്നതാണ്, ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടാവും. കാരണം കസിൻസ് പറഞ്ഞു നല്ലതാണ്, ബട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ പക്ഷേ ഞങ്ങൾ ഇത് കഴിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ എടുത്ത ഡിസിഷൻ മോശമാണോ എന്നൊരു ഡൗട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ ഡിസിഷൻ ശരിയാന്ന് തന്നെ തോന്നി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇത് പള്ളത്തി വറുത്തത്, അത് കഴിഞ്ഞിട്ട് ക്രാബിൻ്റെ കറി ഉണ്ടായിരുന്നു. ക്രാബ് കറി എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് പോട്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പോട്ടി അളിയന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്ര ഐറ്റംസും കൂടിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. എല്ലാ ഐറ്റംസും അടിപൊളിയായിരുന്നു. സോറി, ഒരു കാര്യം വിട്ടുപോയി, പന്നിയിറച്ചിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത്ര സാധനങ്ങളാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇതിനകത്ത് ഞാൻ സീ ഫുഡ് മാത്രമേ കഴിക്കാറുള്ളൂ. ബാക്കി പോട്ടിയും പന്നിയും ഒക്കെ അളിയൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഒക്കെ ഫേവറേറ്റ് ഐറ്റംസ് ആണ്. ഫുഡ് ഓവറോൾ നല്ലതായിരുന്നു. എനിക്ക് ചെമ്മീൻ റോസ്റ്റ് മാത്രം വലിയ അധികം ഇഷ്ടപ്പെട്ടില്ല. ബാക്കി എല്ലാ ഐറ്റംസും അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ധൈര്യത്തോടെ നമുക്കിവിടെ വന്ന് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കുമരകത്തെ തെങ്ങുംതോപ്പ് എന്ന് പറഞ്ഞ കള്ള് ഷാപ്പ്. ക്രാബ് കുഴപ്പമില്ല, മറ്റേ ചെമ്മീൻ കഴിച്ചില്ല. ചെമ്മീൻ മടുപ്പായിരുന്നു. ചെമ്മീൻ മടുപ്പായിരുന്നു. ചെമ്മീൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. കപ്പ ബിരിയാണി പന്നി അടിപൊളി. നല്ലായിരുന്നു. അപ്പൊ എല്ലാരും റിവ്യൂ കേട്ടല്ലോ, എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? ഓവറോൾ ഫുഡ് നല്ല തന്നെയായിരുന്നു. ഞങ്ങൾ വളരെ കറക്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് പറഞ്ഞേക്കുന്നത്. അതിൽ ചെമ്മീൻ റോസ്റ്റ് മാത്രം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. എൻ്റെ കുഞ്ഞാവ വളരെ അടിപൊളിയായിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ലൈറ്റ്സ് ഒക്കെ കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് അന്തം വിട്ട് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കാണാം. ബൈ.